എല്ലാവർക്കും സ്വാഗതം. ലോക്ക് ചെയ്യാതെ ഇതിൻ്റെ സൈഡ് നമ്മൾ ഭംഗിയായിട്ട് അടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് ആം ഹോളാണ്. ആം ഹോളിൻ്റെ ഈ ഭാഗങ്ങൾ, ഈ നല്ല വശങ്ങൾ തമ്മിൽ ഇതിങ്ങനെ പുറത്ത് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് തയ്ച്ച് കിട്ടേണ്ടത്. പക്ഷേ നമ്മളിപ്പം ഇങ്ങനെ വെച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ അത് തയ്ക്കേണ്ടത്. ഇപ്പം നമ്മളതങ്ങനെയല്ല എടുത്ത് വെച്ച് തയ്ക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഏറ്റവും അരികിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. തീർത്ത സൈഡിൽ കൂടെ മാത്രമേ അടിച്ചു കൊടുക്കാവുള്ളൂ. ഇങ്ങനെ തീർത്ത സൈഡിൽ കൂടെ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഈ സൈഡും അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതൊരു ചട്ടയുടെ കൈയാണ്. ഇപ്പോൾ ആരും അങ്ങനെ ചട്ട തയ്പ്പിയിലൊന്നുമില്ല. വളരെ ചുരുക്കം ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് ഈ ചട്ട എന്ന് പറയുന്നത്. ഇവിടെ 2-3 അമ്മച്ചിമാരൊക്കെ കൂടെയൊക്കെ ഉണ്ട് ചട്ട തയ്പ്പിക്കുന്നവർ. അപ്പോൾ അങ്ങനെ വരുന്നതാണിത്. അപ്പോൾ അതിൻ്റെ സൈഡ് നമ്മൾ ലോക്ക് ചെയ്യാനായിട്ടുള്ള ലോക്ക് മെഷീൻ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നമ്മളിങ്ങനെ അരികു വഴി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുണ്ടായി. ഇപ്പോൾ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെള്ളു ഭാഗങ്ങൾ ആണ് ഇങ്ങനെ ഇപ്പം വെളിയിലേക്ക് നിൽക്കുന്നത്. കണ്ടോ, കഴുത്തടിച്ച ഭാഗവും ഉണ്ട്. ഇതുപോലെ മടക്കി അടിച്ച ഭാഗമാണ് ഇപ്പം നമ്മളിങ്ങനെ വെളിയിലേക്ക് നിൽക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കറക്റ്റ് അതിൻ്റെ അത് തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതായിട്ട് നന്നായിട്ട് തേച്ചൊക്കെ ഇടുകയാണെങ്കിൽ ഇച്ചിരി ഭംഗിയായിട്ടിരിക്കും. തേച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ഭംഗി കൂടുതൽ കിട്ടും. എപ്പോഴും ഇടയ്ക്കൊക്കെ തേച്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇതങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുകയാണ്. തേക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ വെക്കുമ്പം തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യും. ഇപ്പം തേക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. തേക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിതിൻ്റെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതിന് തയ്യെത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു 4 ഇഞ്ച് വീതിയിലേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ 1/2 ഇഞ്ചല്ലേ എടുക്കുന്നത്. 1/2 ഇഞ്ചൊന്നും വരികയില്ല. ഒരു 4 ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ തയ്യെത്തുമ്പോൾ വെളിയിലേക്ക് നിൽക്കുന്നത്. ഏത് തയ്യൽ തയ്ക്കുമ്പോഴും നമ്മൾ ഒരടിപ്പ് മാത്രം അടിച്ചാൽ പോലെ 2 അടിപ്പ് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കണം. ഒരടിപ്പ് അടിച്ചാൽ വിട്ടുപോകും. അതുപോലെ ഒത്തിരി കാണി അകത്തിയിട്ട് നമ്മൾ അടിച്ചാലും തയ്യൽ വിടാൻ സാധ്യതയുണ്ട്. നല്ല നൂലായിരിക്കണം. ഒത്തിരി പഴകിയ നൂലൊക്കെ ആണെങ്കിൽ നൂല് പൊട്ടി തയ്യൽ വിടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ അടുത്ത ഏറ്റവും ഇതായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് തന്നെ സാവധാനം നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരടിപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരടിപ്പും കൂടെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇപ്പോൾ അടിച്ചതിന് നിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരടിപ്പും കൂടെ അടിച്ചു കൊടുക്കും. ഇങ്ങനെ ആം ഹോള് ഉണ്ടോ, നന്നായിട്ട് ഈ ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരല്പം ഇങ്ങനെ നൂല് പുറത്തേക്ക് അത് അടിച്ചിട്ട് വന്നുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ നൂലൊക്കെ വന്നെങ്കിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് കുഴപ്പമൊന്നും വരികയില്ല. ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഈ പൊങ്ങി പോരുന്ന സൈസ് ഒരു നൂലായതുകൊണ്ടാണ്, ഒരു സൈസ് തുണി ആയതുകൊണ്ടാണ് ഇതുപോലെ വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് നോക്കി സ്വല്പം പോലും ഇതിങ്ങനെ നീണ്ടൊന്നും നിൽക്കില്ല. ഇതാണ് നല്ല പെർഫെക്റ്റായിട്ട് അകത്തേക്കുള്ള അടിപ്പ് നല്ലപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തേച്ചും കൂടി എടുക്കുമ്പോൾ നല്ല ഭംഗിയാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.